മലയാളത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ്. അത് കേട്ടിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റിലൊരു നായകൻ ഓറഞ്ച് ജ്യൂസ് 11 മണിക്ക് കുടിക്കുമെങ്കിൽ അത് വളരെ മസ്റ്റാണ്. എൻ്റെ സെറ്റിൽ എല്ലാവരും കഴിയണം, യൂണിറ്റുകാർക്ക്. അല്ലാതെ യൂണിറ്റുകാരുടെ മുമ്പേയും പ്രൊഡക്ഷൻ്റെ ആൾക്കാർ മുമ്പ് ഇവിടെ വഴി വിടുന്നൊക്കെ പറഞ്ഞ് നായിക മാത്രം ജ്യൂസ് കൊടുക്കില്ല, ആ പരിപാടിയില്ല. ഉണ്ട്, എല്ലാവർക്കും കൊടുക്കണം. കാര്യം ഞാനൊക്കെ ഇത് കണ്ട് ഭയങ്കര വിഷമിച്ച് തന്നിട്ടുണ്ടോ, നമുക്കൊന്നും കിട്ടില്ല, ഇവനൊക്കെ വൈറലാണ് എന്ന് പ്രാർത്ഥിച്ചില്ല. സാർ ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം, പ്രൊഡക്ഷനിൽ സാറിൻ്റെ പ്രൊഡക്ഷൻ എല്ലാവർക്കും ഒരുപോലത്തെ ഫുഡാണെന്നുള്ള, അത് സാർ എന്തുകൊണ്ടാണ്, മീൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും സാർ അത് ചെയ്തത്? അതിൽ എന്തെങ്കിലും സാറിന് ഒരു പ്രത്യേക താല്പര്യം? ഞാൻ 75-76 കാലഘട്ടങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ ഫുഡിൻ്റെ കാര്യം എന്താ പറയുക, ഫുഡിൽ കൊതിയുള്ള ആളാണ്. എവിടെ നല്ല ഫുഡ് കിട്ടും, ഏത് രാജ്യത്ത് പോലും ഞാൻ ആ ഫുഡ് അന്വേഷിച്ച് പോയി കഴിക്കും, അങ്ങനെയൊക്കെ കൊതിയുള്ള ആളാണ്. അങ്ങനെയുള്ള ഞാൻ അങ്ങ് അഭിനയിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഈ സെറ്റിൽ ഹീറോസ് നസീർ സാർ, ജയൻ, അങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം നല്ല ഉച്ചയ്ക്ക് ഫിഷ് ഫ്രൈ, മട്ടൻ അതെല്ലാം പോകും. അതിൻ്റെ എന്നെ പോലെയുള്ള എൻ്റെ തൊട്ട് താഴെയുള്ള ആൾക്കാർക്കൊക്കെ വന്നിട്ട് ബീഫിൻ്റെ എന്തെങ്കിലും ഒരു കറി അല്ലെങ്കിൽ ഒരു മത്തിക്കറിയായിരുന്നു. എനിക്കതൊക്കെ സങ്കടം വരുന്നത് ഈ ലൈറ്റ് ബോയ്സൊക്കെ ആയിരിക്കുമല്ലോ, അവർക്ക് 2 പൊതി, ഒന്നിൽ സാമ്പാർ സാധനം, ഒന്നിൽ തൈര് സാധനം, അല്ലെങ്കിൽ പുളിയോദര എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്. ഇവർ മാറി ഇരുന്ന് ഈ പിച്ചക്കറി കഴിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. ഞാൻ എന്ന് വിചാരിച്ചു എന്തെങ്കിലും ജീവിതത്തിൽ സിനിമ എടുക്കണമെങ്കിൽ ആ ഹീറോ കഴിക്കുന്ന ഫുഡ് ഇവർ കൊടുക്കണം. അതുകൊണ്ടൊന്നും ഒരു 10 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുമായിരിക്കും, പക്ഷേ എന്ത് സന്തോഷമായിട്ടായിരിക്കും അവർ വീട്ടിൽ പോകുന്നത്, വളരെ സന്തോഷമായിട്ട് വീട്ടിൽ പോകും. എനിക്ക് ഞാൻ ഒരിക്കൽ പറയാമായിരുന്നു, സേലത്ത് മോഡേൺ തിയേറ്റേഴ്സിൽ നസീർ സാറുമായിട്ട് സീമന്തപുത്രനൊക്കെ അഭിനയിക്കുമ്പം ഇടിക്കോഴി എന്ന സാധനം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇടിക്കോഴി എന്ന് വെച്ചാൽ കോഴിയെ അങ്ങനെ സേലത്തുള്ളൊരു പ്രിപ്പറേഷനാണ്, ഇടിച്ച് ചതച്ചിട്ട് കുരുമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ സാധനം. അതിങ്ങനെ ഒരു ബേസിൽ നമ്മുടെ മൂക്കിൻ്റെ അടുത്തോടെ പോകുമ്പോൾ നമ്മൾ നല്ല മണം പിടിക്കും, പക്ഷെ നമുക്ക് കിട്ടില്ല. അത് നസീർ സാറ്, ബാസി സാർ, ബഹദൂർ സാർ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഗോപാലകൃഷ്ണൻ എന്നുള്ള അയാൾ മരിച്ചുപോയി, വർക്കലുള്ള അയാൾ. ഞാൻ ഒരു പരിപാടിയുണ്ട്, ഷോട്ടിൻ്റെ സമയത്ത് 12:30 പതുക്കെ ഇറങ്ങി വന്നിട്ട് ഞാൻ നസീർ സാറിൻ്റെ മുറി കയറിയിട്ട് അതിന് ഒരു പിടി വാരിത്തുന്നത്, എനിക്ക് പറയുന്നത് പൊടി മണ്ണ് വാരിയിട്ട് ഇളകി വെച്ചിട്ട് അടച്ചിട്ടങ്ങ് പോയി. അന്ന് ഉച്ചയ്ക്ക് ഗോപാലകൃഷ്ണൻ പേടിച്ചാണ് കഴിച്ചത്. അപ്പോൾ ഈ നസീർ സാർ എന്താണെന്നറിയില്ല, ഇതിനകത്ത് ഭയങ്കരമായിട്ട് മണ്ണ് കടിക്കുന്നു എന്ന് പറയും. അപ്പോൾ കഴിക്കാത്ത ബഹദൂർ സാറും മറ്റവരും ഒക്കെ വരുന്നുണ്ട്, പറയുന്നുണ്ട് ശരിയാണ് ഭയങ്കര മണ്ണ്, അവരാരും കഴിച്ചില്ല അന്ന്. അന്നത്തെ അവിടെ പ്രൊഡക്ഷനിലും മെസ്സിൽ കുക്കിനെ വഴക്ക് പറയുന്നു, അത് ഇത് നസീർ സാറിൻ്റെ അല്ലേ. ഞാനിത് പിൽക്കാലത്ത് നസീർ സാറിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഫുഡിൻ്റെ ഞാൻ പറഞ്ഞു, അവിടെ ഇങ്ങനെ ഒരു ഫുഡ് തരുന്ന കാര്യം പറഞ്ഞപ്പം നസീർ സാർ പറഞ്ഞു, എന്താ ഞാൻ സാർ, ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് പാസ്സായി വന്നുകൊണ്ട് പറയല്ല, ഈ ഫുഡ് കഴിക്കണേ. ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്, അവിടെ 3-4 കല്യാണം ഉണ്ടാവുണ്ടാകും. അന്ന് ഒരു തരക്കേടില്ലാത്ത ഉടുപ്പുണ്ടെങ്കിൽ എന്നും സദ്യ കൊണ്ട് ജീവിക്കാവുന്നൊരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ അഭിനയത്തിൻ്റെ ഒരു പാഷനും ജീവിത അഭിലാഷമാണ്, എങ്ങനെയും കഷ്ടപ്പെട്ട് ഇതിനകത്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നാലും കഴിയും. പക്ഷേ ഇത് എൻ്റെ ഒരു സമരമായിരുന്നു. ഞാൻ മണ്ണ് വാരിയിട്ട് ഞാനാണ് സാർ ശ്രമിക്കില്ലെന്ന് പറയുന്നത്. സാർ കെട്ടിപ്പിടിച്ച് സൂക്ഷിക്കണമല്ലോ നിങ്ങളെയൊക്കെ എന്നൊക്കെ പറഞ്ഞു പുള്ളി. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്.